അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സമാധാനമാണ് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറയാനും ഭാരങ്ങൾ ഇറക്കി വെക്കാനും നമുക്കൊക്കെ ഒരു രക്ഷിതാവുണ്ട് എന്നത്. നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തേട്ടങ്ങൾ അർപ്പിക്കുന്നവരാണ് നമ്മൾ. എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും അതല്ലാതെയും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ രാത്രി നമസ്കാരങ്ങളിലും ഒക്കെ ആയിക്കൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം തേടുന്നവരാണ്, തേടേണ്ടവരുമാണ്. റബ്ബിനോട് തേടാത്ത ആളുകളെ സംബന്ധിച്ച്, അള്ളാഹുവിനോട് പ്രാർത്ഥനകൾ അർപ്പിക്കാത്ത ആളുകളെ സംബന്ധിച്ച് അവരാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും വലിയ ഹതഭാഗ്യവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ നിസ്സാരമായ കാര്യങ്ങളാണെങ്കിൽ പോലും അതും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പങ്കുവെക്കുക എന്നത് ഒരു വിശ്വാസിയുടെ സ്വഭാവമാണ്, അവന്റെ അടയാളമാണ് എന്ന് നാം തിരിച്ചറിയുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുമ്പോൾ, അവനോട് പ്രാർത്ഥിക്കുമ്പോൾ അത് തീർത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച രീതിയിലായിരിക്കുക എന്നത് അനിവാര്യമാണ്. അതല്ലാത്ത പക്ഷം അത് സ്വീകാര്യയോഗ്യമായി കൊള്ളണമെന്നില്ല. ആ രീതിയിൽ പ്രാർത്ഥനാ വേളകളിൽ നാം ശ്രദ്ധിക്കേണ്ടതായ 8ഓളം കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. അതൊക്കെ മാർഗരേഖയായി നാം സ്വീകരിക്കുക. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന വേളയിൽ ഈ മര്യാദകൾ നാം പാലിക്കുവാൻ ശ്രദ്ധിക്കുക. ഇതിലൊന്നാമതായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഇസ്തിഹ്ബാബു ദുആ അലാ തഹാറത്തിൻ വറഫ്ഉൽ യദൈൻ വസ്തിഖ്ബാലുൽ ഖിബ്ല ഇൻദ ദുആ. അഥവാ പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധിയിലായിരിക്കുക എന്നതാണ്. അത് സുന്നത്തായ കാര്യമാണ്. അതേപോലെ തന്നെ കരങ്ങൾ ഉയർത്തുക. വസ്തിഖ്ബാലുൽ ഖിബ്ല ഇൻദ ദുആ, പ്രാർത്ഥിക്കുന്ന വേളയിൽ ഖിബ്ലക്ക് അഭിമുഖമായി കൊണ്ടിരിക്കുക. ഇതൊക്കെ പ്രാർത്ഥനയുടെ സ്വീകാര്യത നഷ്ടപ്പെടാതിരിക്കുവാൻ കാരണമായിരിക്കും. ഒരു പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ശുദ്ധിയായിരിക്കണമെന്നോ അല്ലെങ്കിൽ ഖിബ്ലക്ക് അഭിമുഖമായിരിക്കണമെന്നോ കരങ്ങൾ ഉയർത്തപ്പെടണമെന്നോ ഒന്നും നിബന്ധനയില്ല എങ്കിലും ഈ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വീകാര്യയോഗ്യമായി മാറുവാൻ കാരണമായി മാറുന്നു. അതേപോലെ തന്നെ ഇതൊരു മര്യാദയുമാണ് എന്ന് നാം മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും ഇപ്രകാരം ചെയ്തതായി ഹദീസുകളിൽ കാണാം. ശത്രുവിന്റെ കുത്തേറ്റ് കിടക്കുന്ന വേളയിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടണമെന്ന അബൂ ആമിർ റളിയല്ലാഹു തആലയുടെ വസിയത്ത്, ആ വസിയത്ത് അദ്ദേഹം ഷഹീദായ ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്ന് അറിയിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ വെള്ളം എത്തിക്കുവാൻ ആവശ്യപ്പെടുകയും പിന്നീട് ഒതുവെടുത്ത ശേഷം ഖിബ്ലക്ക് അഭിമുഖമായി തിരിഞ്ഞ് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചതായി ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ദീർഘമായ ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ബദറിന്റെ രണാങ്കണത്തിൽ തങ്ങളെക്കാൾ 3 ഇരട്ടിയോളം വലിപ്പം വരുന്ന ശത്രു സന്നാഹത്തെ കണ്ടുമുട്ടിയ വേളയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിബ്ലക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് ഇരു കരങ്ങളും ആകാശങ്ങളിലേക്ക് ഉയർത്തി അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചതായി ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അല്ലാഹുമ്മ അൻജിസ് ലി മാ വഅതനി, അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദാനം നൽകിയത് എന്റെ മുന്നിൽ നീ കാണിച്ചു നൽകണേ, എനിക്ക് നീ നൽകണേ അത്. അല്ലാഹുമ്മ ആതി മാ വഅതനി, അല്ലാഹുവേ എനിക്ക് വാഗ്ദാനം നൽകിയത് നീ എനിക്ക് നൽകണേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ, അല്ലാഹുവേ ഈ കൊച്ചു സന്നാഹത്തെ നീ എങ്ങാനും നശിപ്പിച്ചു കളയുകയാണെങ്കിൽ, മിൻ അഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആളുകളായി വന്ന ഈ സന്നാഹത്തെ നീ നശിപ്പിച്ചു കളയുകയാണെങ്കിൽ, ലാ തുഅബദ ഫിൽ അർദി അബദ, ഭൂമിയിൽ പിന്നെ നിന്നെ ആരാധിക്കുവാൻ, നിന്നെ മാത്രം വിളിച്ചു തേടുവാൻ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നതായി ഹദീസിൽ കാണുവാൻ സാധിക്കും. അവിടെ റസൂലുള്ള പ്രാർത്ഥിച്ചത് ഏറെ ശ്രദ്ധേയമാണ്. ഇരു കരങ്ങളും ആകാശങ്ങളിലേക്ക് ഉയർത്തി അല്ലാഹുവിന്റെ റസൂൽ wudu'െടുത്ത് ശുദ്ധിയായ ഖിബ്ലക്ക് അഭിമുഖമായി നിന്നുകൊണ്ടായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. ഏറെ ശ്രദ്ധേയമാണ്. അത് നമ്മൾ പ്രാർത്ഥനാ വേളകളിൽ ശ്രദ്ധിക്കേണ്ട മര്യാദയാണ്. ഈ സംഭവങ്ങളിലൂടെയെല്ലാം അപ്രകാരം നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതായിക്കൊണ്ട് ഇസ്തിഹ്ബാബു തത്വീബിൽ ഫമി ബിസ്സിവാകി ഖബ്ല ദുആ, പ്രാർത്ഥിക്കാനിരിക്കുന്നതിന്റെ മുമ്പായിക്കൊണ്ട് പല്ല് തേച്ച് വൃത്തിയാവുക, അതും സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അസ്സിവാഖു മുത്ഹറത്തുൻ ലിൽ ഫം, അഥവാ പല്ല് തേക്കുക എന്നത് വായയുടെ ശുദ്ധീകരണമാണ്.
അത് മർലാത്തുൻ ലിറബ്ബ്, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് തൃപ്തി ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ റബ്ബിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ആ രീതിയിൽ ശുദ്ധിയായി പല്ല് തേച്ച് വൃത്തിയായി കൊണ്ടായിരിക്കണം ഇരിക്കേണ്ടത് എന്നാണ്. മൂന്നാമതായി കൊണ്ട് ഇസ്തിഹ്ബാബുൽ ബദാഅ ബിസ്സനാഇ അലല്ലാഹി അസ്സ വജൽ, പ്രാർത്ഥിക്കാനിരിക്കുന്ന വേളയിൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഹംദുകൾ അർപ്പിച്ച ശേഷം പ്രകീർത്തനങ്ങൾ നൽകിയ ശേഷം അല്ലാഹുവിനെ പുകഴ്ത്തിയതിനു ശേഷമാണ് പ്രാർത്ഥനകളുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കേണ്ടത് എന്നാണ്. ഇത് പ്രവാചകന്മാരുടെ രീതിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് പറയുന്നിടത്ത് കാണാം, അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, അള്ളാഹു ആണ് എന്നെ സൃഷ്ടിച്ചവൻ, ആ സൃഷ്ടിച്ചവനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എനിക്ക് ഹിദായത്ത് നൽകിയത്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, അവനാണ് എന്നെ ഭക്ഷിപ്പിക്കുന്നതും എനിക്ക് പാനീയങ്ങൾ നൽകുന്നതും എന്നെ കുടിപ്പിക്കുന്നതും അവനാണ്. വഇദാ മദിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായി കഴിഞ്ഞാൽ ആ അള്ളാഹുവാണ് എനിക്ക് ശിഫാ നൽകുന്നത്, ശമനം നൽകുന്നത്. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, ഞാൻ മരണപ്പെട്ടാൽ അതിനുശേഷം എന്നെ പുനർജീവിപ്പിക്കുന്നതും ആ അള്ളാഹു തന്നെയാണ്. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, അന്ത്യനാളിൽ എന്റെ പാപങ്ങൾ പുറത്തു നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതും ആ അള്ളാഹുവിൽ നിന്നാണ്. അഥവാ അന്ത്യനാളിൽ എന്റെ പാപങ്ങൾ പുറത്തു തരുന്നവനും അള്ളാഹു മാത്രമാണ് എന്നാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം പിന്നീട് അദ്ദേഹം ആവശ്യങ്ങൾ പറയുകയാണ്. സൂറത്ത് ശുഅറയിലെ 73 മുതലുള്ള വചനങ്ങൾ. എന്താണ് അദ്ദേഹം ചോദിക്കുന്ന കാര്യങ്ങൾ? 5 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്നാമതായി കൊണ്ട് റബ്ബി ഹബ്ലി ഹുക്മൻ, അല്ലാഹുവേ നീ എനിക്ക് തത്വജ്ഞാനം നൽകണേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണേ. വജഅൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അല്ലാഹുവേ പിൽക്കാലക്കാർക്കിടയിൽ എനിക്ക് നീ സൽകീർത്തി ഉണ്ടാക്കി തരണേ. വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം, എന്നെ നീ സുഖസമ്പൂർണമായ സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തണേ. വഗ്ഫിർ ലി അബി ഇന്നഹു കാന മിനൽ ളാലിൻ, അല്ലാഹുവേ എന്റെ പിതാവിന് നീ പുറത്തു കൊടുക്കണേ, തീർച്ചയായും അദ്ദേഹം വഴിപിഴച്ചവരുടെ കൂട്ടത്തിലായിരിക്കുന്നു. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, അല്ലാഹുവേ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ എന്നെ നീ അപമാനത്തിലാക്കരുതേ. ഇങ്ങനെ തുടങ്ങി അദ്ദേഹം തേടുന്നതായ കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്, ഈ തേട്ടങ്ങളെല്ലാം ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തിയ ശേഷം ഹംദുകളും അല്ലാഹുവിന് പ്രകീർത്തനങ്ങളും നൽകിയ ശേഷമാണ് അദ്ദേഹം നടത്തിയത് എന്നാണ്. ഇത് പ്രവാചകന്മാരുടെ രീതിയാണ്. ആ രീതി നാം പിന്തുടരേണ്ടതുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആദ്യം നാം ചെയ്യേണ്ടത് ഹംദുകളും സനാഅകളും പുകഴ്ത്തലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്ത ശേഷമാണ് നമ്മുടേതായുള്ള തേട്ടങ്ങളിലേക്ക് നാം കടക്കേണ്ടത് എന്നാണ്. അതേപോലെ തന്നെ ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നാലാമതായി കൊണ്ട് ഇസ്തിഹ്ബാബുൽ ബദാഅ ബിതൗഹീദില്ലാഹി അസ്സ വജൽ ഇൻദ ദുആഇ, അഥവാ പ്രാർത്ഥന തുടങ്ങുന്ന ആ വേളയിൽ ഹംദും സ്വലാത്തുകളും ഒക്കെ അർപ്പിച്ച ശേഷം പിന്നീട് തൗഹീദുള്ള കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ടാണ് പ്രാർത്ഥനകളിലേക്ക് കടക്കേണ്ടത് എന്നാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന അതിന് നമുക്ക് മാതൃകയാണ്. സൂറത്തുൽ അംബിയായിലെ 87-ാമത്തെ വചനത്തിൽ കാണാം, വദന്നൂനു ഇദ് ദഹബ മുഗാദിബൻ, കോപിഷ്ഠനായിക്കൊണ്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട് വിട്ടുപോയ സന്ദർഭം. ഫദന്ന അൻ ലൻ നഖ്ദിറ അലൈഹി, അദ്ദേഹം വിചാരിച്ചു പോയി നമുക്ക് അദ്ദേഹത്തിന്റെ മേൽ കൈകടത്തലുകൾ ഇല്ല എന്ന്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു പ്രയാസം ബാധിക്കപ്പെട്ടപ്പോൾ, അഥവാ മത്സ്യത്തിന്റെ വയറിനകത്ത് നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിക്കുന്നു. ഫനാദാ ഫിദ്ദുലുമാത്ത്, ആ ഇരുട്ടറകളിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അല്ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ഒരു ആരാധ്യനും ഇല്ല. സുബ്ഹാനക, നീ എത്രയോ പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാനിതാ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു എന്നാണ്. ഇവിടെ അദ്ദേഹം സ്വീകരിച്ച ആ ഒരു നിലപാട് അല്ലെങ്കിൽ ആ ഒരു രൂപം അത് നമ്മൾ മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലാ അൻത, ആദ്യമായി കൊണ്ട് തൗഹീദിന്റെ വചനങ്ങളാണ് അദ്ദേഹം ഉരുവിട്ടത്. അത് അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുവാൻ കൂടുതൽ കാരണമാകുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അഞ്ചാമതായി കൊണ്ട് ഇസ്തിഹ്ബാബു ഇഖ്ഫാഇദ് ദുആ, അഥവാ പ്രാർത്ഥനകൾ പതിയാക്കുക എന്നതാണ്. അത് സുന്നത്താണ്. ഫലാ യസ്മഉഹു ഗൈറ മൻ യുനാജിഹിം, മറ്റുള്ളവരെ അത് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. വലുസൂമി തദർറു, അതേപോലെ തന്നെ വിനയാന്വിതനായിക്കൊണ്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. വൽ ഇസ്തികാന ഇൻദ ദുആ, സമാധാനത്തോടു കൂടിയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിലെ 55-ാമത്തെ വചനത്തിൽ കാണാം,
ഉദ്ഉ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അത് തദർറുഅൻ, വിനയാന്വിതനായിക്കൊണ്ടും വഖുഫ്യതൻ, ഗോപ്യമായി കൊണ്ടുമാണ്. പതിയെ പ്രാർത്ഥിച്ചാൽ മതി. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതില് കവിയുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്. തഫ്സീർ തബ്രിയിൽ കാണാം, ലഖദ് കാനൽ മുസ്ലിമൂൻ യജ്തഹിദൂന ഫി ദുആഇ വമാ യുസ്മഉ ലഹും സൗത്തുൻ ഇൻ കാന ഇല്ലാ ഹംസൻ ബൈനഹും വ ബൈന റബ്ബിഹിം. അഥവാ ആദ്യകാലത്ത് മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് യാതൊരു ശബ്ദവുമില്ലാതെ നിശബ്ദരായിക്കൊണ്ടായിരുന്നു. എന്നാൽ അവരുടെ അരികിൽ ഇങ്ങനെ പോയിരുന്നാൽ ചില ചെറിയ ശബ്ദങ്ങൾ, ചില മന്ത്രങ്ങൾ ഇങ്ങനെ കേൾക്കാം. അത്രയും നിശബ്ദമായി കൊണ്ടായിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നത് എന്നാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിവുണ്ട് എന്ന ബോധം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എത്ര പതിയെ പ്രാർത്ഥിച്ചാലും നമ്മുടെ മനസ്സകങ്ങളിൽ ചിത്രീകരിക്കുന്ന കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുവാനും മനസ്സിലാക്കുവാനും കേൾക്കുവാനും കഴിയുന്നവനാണ് നമ്മുടെ റബ്ബ് എന്ന ബോധം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനകൾ പതിയെയാക്കുക. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവരെ അറിയിക്കാനും വേണ്ടിയല്ല. അതിനാൽ തന്നെ നമ്മൾ വളരെ നിശബ്ദരായിക്കൊണ്ട് മനസ്സിന്റെ സാന്നിധ്യം പൂർണ്ണമാക്കിക്കൊണ്ടാണ് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ വേണ്ടി നാം ഇരിക്കേണ്ടത് എന്നാണ്. ആറാമതായി കൊണ്ടാൽ അസ്മു ഫിൽ മസ്അലതി വദ്ദുആ, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരിക്കുക എന്നതാണ്, ഒരു ഉറപ്പുണ്ടായിരിക്കുക എന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യഖൂലന്ന അഹദുക്കും, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുക. എങ്ങനെ? അല്ലാഹുമ്മ ഗ്ഫിർ ലി ഇൻ ശിഅത, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ എനിക്ക് പുറത്തു തരണേ. അല്ലാഹുമ്മ റഹംനി ഇൻ ശിഅത, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ എനിക്ക് കാരുണ്യം നൽകണേ, എനിക്ക് നീ കരുണ വർഷിപ്പിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുക. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ലിയഅ്സിമിൽ മസ്അല, നിങ്ങൾ ചോദിക്കുന്ന കാര്യം അത് ഉറപ്പിച്ച് ചോദിക്കുക. നീ എനിക്ക് നൽകണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുക. ഫഇന്നഹു ലാ മുക്രിഹ ലഹു, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധിപ്പിക്കുവാൻ മറ്റാരും തന്നെ ഇല്ല. അല്ലാഹുവിനെ നിർബന്ധിപ്പിക്കുവാൻ ആരുമില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുവിനോട് ദൃഢനിശ്ചയത്തോടു കൂടി അതെനിക്ക് നൽകണേ, എനിക്ക് നീ വർഷിപ്പിക്കണേ എന്നിങ്ങനെ തേടുകയാണ് വേണ്ടത് എന്നാണ്. അതേപോലെ തന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ ദഅ അഹദുക്കും ഫല്യഅ്സിമിൽ മസ്അല, നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ തേട്ടങ്ങൾ അത് നിങ്ങൾ ഉറപ്പോടുകൂടി ചോദിക്കുക, ദൃഢനിശ്ചയത്തോടുകൂടി ചോദിക്കുക. വലാ യഖൂലന്ന, നിങ്ങൾ ഇങ്ങനെ പറയാതിരിക്കുക, അല്ലാഹുമ്മ ഇൻ ശിഅത ഫഅഅ്തിനി, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതെനിക്ക് നൽകണേ എന്നിങ്ങനെ പറയാതിരിക്കുക എന്നാണ്. അപ്പോൾ നമ്മുടെ തേട്ടങ്ങൾ ഉറപ്പോടുകൂടി തേടുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഏഴാമതായി കൊണ്ട് ഇസ്തിഹ്ബാബുൽ ഇൽഹാഹി ഫിദ് ദുആ, പ്രാർത്ഥനകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക എന്നതാണ്. സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം ആവർത്തിക്കുന്നത് വെറുപ്പാണ് എങ്കിൽ സൃഷ്ടാവിന് നേരെ വിപരീതമാണ്. ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമായിട്ടുള്ളത്. പ്രവാചകന്റെ പ്രാർത്ഥനകളിൽ ധാരാളം ആവർത്തനങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കും. ബദറിന്റെ സന്ദർഭത്തിൽ സഹായത്തിനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചതും മഴ തേടിക്കൊണ്ട് പ്രാർത്ഥിച്ചതും, അങ്ങനെ അതേപോലെ തന്നെ മഴ അധികമായപ്പോൾ മഴ നിലക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചതും, അങ്ങനെ തുടങ്ങിയതൊന്നുമല്ലാത്ത മറ്റു സന്ദർഭങ്ങളിലും ധാരാളം പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് തേടിയതായി ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അപ്പൊ അത് വിശ്വാസിയുടെ അടയാളമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച രീതിയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറെ ഇഷ്ടമായുള്ള കാര്യവുമാണ്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് അള്ളാഹുവിനോട് ചോദിക്കുവാൻ മടി കാണിക്കാതിരിക്കുക. ആ രീതിയിൽ പ്രാർത്ഥനകളിൽ ആവർത്തനം ഉണ്ടാക്കുവാൻ നാം ശ്രമിക്കുക. എട്ടാമതായി കൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം സ്വന്തത്തോട് തേടുന്നത് പോലെ തന്നെ ബാക്കിയുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സൂറത്ത് മുഹമ്മദിൽ 19-ാമത്തെ വചനത്തിൽ കാണാം, ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു ആരാധ്യനായിട്ടുള്ളത്. വസ്തഗ്ഫിർ ലിദംബിക, നിന്റെ പാപങ്ങൾക്ക് നീ പശ്ചാത്താപം നടത്തുക, നീ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുക. വലിൽ മുഅ്മിനീൻ, നിനക്ക് വേണ്ടി നീ ഇസ്തിഗ്ഫാർ തേടുന്ന കൂടെ തന്നെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും നീ തേടണം. വൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയും നീ തേടണം. അപ്പോൾ നമുക്ക് വേണ്ടി തേടുന്ന കൂടെ തന്നെ മുഅ്മിനീങ്ങൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണമെന്നാണ്. അബൂ ദർദാ
റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യദ്ഉ ലി അഖീഹി ബിളഹ്രിൽ ഗൈബ്, അഥവാ ഒരു വിശ്വാസി അവന്റെ സഹോദരന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇല്ലാ ഖാലൽ മലക്, ഒരു മലക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കും, വലക ബിമിസ്ലിൻ, അതുപോലെ നിനക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ഒരു മലക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. ഈ ഹദീസിലൂടെ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ നാം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസി സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ ഒരിടം നൽകേണ്ടതുണ്ട്. അവരുടെ പ്രയാസങ്ങൾക്കുള്ള അറുതികൾക്കായും അവരുടെ ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരങ്ങൾക്കായും രോഗങ്ങൾക്കുള്ള ശമനങ്ങൾക്കായും നമ്മുടെ പ്രാർത്ഥനകളും ഉയരേണ്ടതുണ്ട്. അപ്രകാരം ഈ പറയപ്പെട്ട 8ഓളം കാര്യങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം മര്യാദകൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന യഥാർത്ഥ മുവഹിദീങ്ങളുടെ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.